ഹലോ ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ ഇവിടെ കണ്ണൂരുള്ള ബത്തക്ക തോട്ടത്തിലാണ്. കണ്ണൂർ ബത്തക്ക എന്ന് പറയുന്നത് നമ്മുടെ തണ്ണിമത്തൻ. അപ്പം ആ തോട്ടത്തിലാണ് കേട്ടോ. ഈ കാണുന്നതിൽ മുഴുവൻ ബത്തക്ക ഉണ്ട്, കണ്ടോ, പച്ചയായിട്ട് കണ്ടോ. ഇഷ്ടം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെയാണ് കേട്ടോ. ആളുകളൊക്കെ ഇഷ്ടം പോലെ ഇതാ അവിടെ വാങ്ങാനായിട്ട് വന്നേക്കാണ്. അവിടെ ഒരു ഏറുമാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് കയറി അവിടെ ഇരുന്ന് കഴിക്കാവുന്നതാണ്. കണ്ടോ, അവർ പറക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ. 7 മണി വരെ അവിടെ ഉണ്ടാവുള്ളൂ. ഇഷ്ടം പോലെയാണ്. ഇങ്ങനത്തെ കിരൺ ബത്തക്കൊക്കെ ഉണ്ടല്ലോ, അതിന് 25 രൂപയാണ് കിലോന് വരുന്നത്. പിന്നെ വെറുതെ ഇങ്ങനെ ബത്തക്കപ്പാടാക്കാതെ ഇങ്ങനെ കുറച്ച് പൂക്കളൊക്കെ നട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ അവർ. എന്ത് രസമെന്ന് അറിയോ ബത്തക്ക ഇങ്ങനെ കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. നമുക്കിങ്ങനെ ഫോട്ടോയിൽ അല്ല ക്യാമറയിലായാലും നമുക്കിങ്ങനെ അറിയാൻ പറ്റില്ല. പക്ഷേ നല്ല പോലെ വിളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഏകദേശം ഇതിൻ്റെ ഏക്കർ കണക്ക് എടുക്കാനൊന്നും എനിക്കറിയാൻ പാടില്ല. അത്യാവശ്യത്തിനുണ്ട്. എൻ്റെ മോന്തേ ഇവിടെ ഓടിക്കളിക്കലാണ് കേട്ടോ. നമുക്കിവിടെ 7 മണി വരെ വന്ന് കാണാനും വാങ്ങാനൊക്കെയുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. കണ്ടോ, ഇഷ്ടം പോലെയാണ് കേട്ടോ. അവിടെ ഒരാളിതേ ഹസ്ബൻഡ് അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, നല്ല വലുപ്പമുണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് വലുപ്പമുണ്ട്. പിന്നെ അത് പലതും ചെറുതുങ്ങൾ വിളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഉഷ്ണകാലം ഉണ്ടല്ലോ, ചൂടുകാലം ഉണ്ടല്ലോ, അത് തീരുന്നത് വരെയുള്ള ബത്തക്ക ഏകദേശം ഇവിടെ ഉണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ. അത്യാവശ്യത്തിനുണ്ട്. കണ്ടോ, എല്ലാം വിളഞ്ഞെടുക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന ആ സാധനം ബത്തക്ക മുറിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ വാങ്ങുന്ന തമിഴ്നാട്ടിലത്തെയൊക്കെ ബത്തക്ക എന്ന് പറയുന്നത് നമ്മൾ മുറിക്കുമ്പോൾ തന്നെ കയ്യിൽ വരെ നല്ല കളറായിരിക്കും. പിന്നെ ഭയങ്കര വലുപ്പവും. നമുക്ക് അതിൻ്റെ എത്രത്തോളം അതിൽ എന്തൊക്കെ ചേർക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഇത് നല്ല നാച്ചുറലായിട്ടുള്ള ഒരു മായവും ചേർക്കാത്ത സംഭവങ്ങളാണ് കേട്ടോ. അടിപൊളി. കണ്ടോ 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 ഒക്കെ ഉണ്ട് കേട്ടോ. പണ്ട് എൻ്റെ വീട്ടിലിങ്ങനെ നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വിടാറുണ്ട്. അപ്പോൾ 1 2 ഒക്കെ നമുക്കങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പോൾ പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് തന്നെ. നീല, ബത്തക്കത്തോട്ടം എങ്ങനെയുണ്ട്? ഇഷ്ടമായാ? ബത്തക്ക വാങ്ങിച്ചാ? അപ്പോൾ അതെ, നല്ല പാട്, നല്ല രസമുണ്ട് കാണാൻ. ഒരു ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ. എന്തായാലും മായം ചേർക്കാത്ത ബത്തക്ക വേണം എന്നുള്ളവർ. ഈ സ്ഥലത്തിൻ്റെ പേരെന്തിട്ടാ? അതുവേ മത്തിപ്പറമ്പ. എന്നിട്ട് ബത്തക്കാണല്ലോ മുഴുവൻ. മത്തിയിലല്ലേ, പനയത്തും പറമ്പ്. ഇതാണ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്ന് ധാരാളം വാങ്ങാവുന്നതാണ്. നമ്മളപ്പോൾ ഈ 3 എണ്ണമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ കിരണ് 25 അതുപോലെ മഞ്ഞ, ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞല്ല കേട്ടോ, റെഡ് തന്നെയാണ്. മഞ്ഞുണ്ട് പറഞ്ഞൂടെ, ഇത് കഴിഞ്ഞിരിക്കുകയാണ്, നാളത്തേക്കേ കിട്ടുള്ളൂ. പിന്നെ ഈ ഉണ്ട ഇല്ലേ, അതിന് 40 രൂപയാണുള്ളത്. താങ്കൾ പിടിച്ചേ. നമ്മൾ ഗൈസ് ഇത് നമ്മൾ സഞ്ചികത്തോണ്ട് ഷോളിൽ പൊതിഞ്ഞിട്ടാണ് നമ്മൾ ഇത് എടുക്കാനായിട്ട് പോകുന്നത് ഗൈസ്. അവൻ പൊന്തിക്കാം. അപ്പൊ ഗൈസ് ടാറ്റ. ഇനിയുള്ള ഇങ്ങനത്തെയുള്ള വീഡിയോ പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ വീഡിയോ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ബൈ, ടാറ്റ, ബൈ. പറ, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പറ. അടിപൊളിയല്ലേ? ആദ്യം നീലന് കൊടുത്തു നോക്കാം. രസമുണ്ടോ ചോദിച്ചോക്കട്ടെ. അവനോട് കടിക്കണേ. നീലനെ വേണേ. രസം പറയണേ, മധുരം ഉണ്ടെന്ന് പറയണേ. അച്ഛനോട് അവിടെ പറയണേ. സൂപ്പറാണോ? അപ്പൊ ഗൈസ് നമ്മൾ ഇതൊക്കെ തിന്നിട്ട് നമുക്ക് കാണാം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ. കേട്ടോ. അടിപൊളി. എല്ലാവരും വാങ്ങിച്ചോളൂ.